ഇതങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ലോഡ്ജ്. ഞാനിപ്പോൾ തൃശ്ശൂരുണ്ട്. ഈ ലോഡ്ജ് കൊള്ളും, കുഴപ്പമില്ല. ഏകദേശം തൃശ്ശൂർ വരുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരാൾക്ക് 550 രൂപയുള്ളൂ. അത് ഞാൻ വേറെ ചേട്ടനുണ്ടായിരുന്നു, പുള്ളിക്ക് ഇന്നലെ തൊട്ട് വയ്യാത്തതുകൊണ്ട് ഇവിടെ വന്നാ. എനിക്കും വയ്യ, നടുവ് വരെ വയ്യ. നമ്മളിന്നലെ എത്തിയപ്പോൾ തന്നെ 4 മണി റേഞ്ച് അടുപ്പിച്ചായും. പിന്നെ മാത്രമല്ല ഇവന് ഓയിലൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അവിടെ ഓയിലൊക്കെ കിടക്കുന്നു. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്നലത്തെ അവസ്ഥ, ഇന്നലെ സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ ഇനി വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഓക്കെ, ഇനി വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്തിനാണ് അവസ്ഥയെന്ന് അറിയാൻ വയ്യ. ഓയിലൊക്കെ ഉണ്ടാ ഇല്ലേ എന്നറിയാൻ വയ്യ. ഓക്കെ, ഇനി നേരെ ഇവിടെ നിന്ന് ഇനി എനിക്ക് 260 കിലോമീറ്റർ ഉണ്ട് ട്രോണ്ടം പോയാൽ. ഓടൊക്കെ സ്റ്റാർട്ട് ഇവിടെയൊക്കെ നല്ല ലീക്കുണ്ട്. ഇതുണ്ട്, ഈ സൈഡൊക്കെ നല്ല ലീക്കാണ്. ഇന്നലെ ആ ചുരമൊക്കെ കയറിയപ്പോൾ എന്ത് പോയെന്നറിയാമോ? ഇന്നലെ രാത്രി നിന്നപ്പം പോയായിരുന്നു വണ്ടി. ഓക്കെ, പോവാം. നേരെ വർക്ക്ഷോപ്പ്. ഇങ്ങോട്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെയ്തിട്ട് പോവാം. വർക്ക്ഷോപ്പിൽ പോവാം. വർക്ക്ഷോപ്പിൽ പോയിട്ട് ചടിക്കും. ഇവിടെ ബ്ലോക്കാണ്. പിന്നെ ഹൈവേയും കൂടെ കണ്ട് പിന്നെ പാടാം. കുറച്ച് പോയാന്ന് പറഞ്ഞു. ഓക്കെ, പിറ്റേ ദിവസമോ ഒരുപാട് പാടുവിട്ടു. നല്ല പാടുവിട്ടു. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടോയെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിയാൻ വയ്യ. അതാണ്ട് മാർക്കറ്റിംഗ് അല്ലേ ഇത്. ചോദിച്ചു. ഉണ്ട്. സ്റ്റെപ്പ് കയറി സൈഡാ. കിട്ടി ഇവിടെ സർവീസ് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. ചോദിച്ചു നോക്കാം. ഇത് അവിടെ നടക്കൂല കേട്ടോ. അവിടെ സൈഡ്സും വണ്ടി സൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. പാർട്സും മാത്രം കൊടുക്കുമല്ലോ, സർവീസ് ചെയ്യില്ല. ഓയിൽ മാറ്റാൻ പറ്റില്ല. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് റൈറ്റെന്ന് പറഞ്ഞു. ടൗണിൽ കൂട്ടല്ലേ, റൈറ്റല്ലേ, സ്ട്രൈറ്റാണ്. ഞാൻ മാപ്പ് പോലും ഇട്ടിട്ടില്ല. രണ്ടാമത്തെ റൗണ്ട് പോട്ടുണ്ടോ അവിടെ എവിടെയാണ്? ഇവിടെ ബൈക്ക് ഷോപ്പുണ്ട്. ആക്സിഡൻറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഒടുക്കത്തെ ബ്ലോക്കാണ്. ലക്ഷ്യമില്ലാത്ത ബ്ലോക്കാണ്.
അങ്ങനെ വണ്ടി ഒക്കെ ആയി റെഡി ആയിട്ട് കിട്ടി. ഓയിലും മാറി, ചെയിനിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടായിരുന്നു, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പ്ലഗ് ഓയിൽ കത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും പറഞ്ഞില്ല. ഇനി ഇവിടുന്ന് എനിക്ക് 260 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ച കുഴികളുണ്ട്. ഇന്നലെ വലിയൊരു 2-3 കുഴികളൊക്കെ ഇങ്ങനെ ചാടിപ്പോയായിരുന്നു. ഇവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ഈ വർക്ക്ഷോപ്പ് ഫുള്ളും ബുള്ളറ്റ് മാത്രമേ പണിയൂ. ഞാൻ ഇവിടെ നിന്ന് അകത്തോട്ടാണ് പോയേക്കുന്നത്. ഹൈവേ റോഡ് കയറിയിട്ടുണ്ട്. പടവനാണ്. ആയാ ഇല്ല, രക്ഷപ്പെട്ടു. ഹൈവേ റോഡ് കയറിയാ നോക്കിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ അവിടെ വന്ന് കയറും. മെയിൻ ഹൈവേ അല്ല. എന്താണ് ആക്ഷൻ ചവിട്ടുന്ന പയ്യെ പോകുന്നുണ്ട്. കയറി പോകാനും പറ്റുന്നില്ല. കൈ എടുത്തുകൊണ്ട ഈ സൈഡ് പിടിച്ച് പോയാൽ സുഖമായിട്ട് പോകാം. ഇനി 247 കിലോമീറ്ററുണ്ട്. അങ്ങനെ പോലെ ഒരു 250 കിലോമീറ്റർ വെച്ച് പോകാം. അതേ നടക്കും. സ്റ്റോപ്പ് ചെയ്ത് പോകാം. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. നടക്കോ ഇല്ലേന്ന് അറിയാൻ വയ്യ. അതിനൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കണക്കല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ത്രില്ലുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ സത്യം പറഞ്ഞ പാട്. ഞാൻ ഇന്നലെ ഉറങ്ങിക്കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉറങ്ങായിരുന്നെങ്കിൽ എൻ്റെ കിളി പറഞ്ഞന്നെ. ഞാൻ ഹൈവേ ഒറ്റ റോഡല്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നെ കൂടുന്ന പെൺകുട്ടിക്ക് കൊണ്ടുപോകണം. എനിക്കറിഞ്ഞൂടാ. എല്ലാം കൊച്ചു ഇടവഴി കൂടെ ഹൈവേ വന്നിട്ട് എല്ലാം ഷോക്കോട്ട് കയറി പിടിക്കുക. എനിക്കറിയാൻ വയ്യ ഇതെന്താണ് സംഭവം. ഒരു പിടുത്തമില്ല. എല്ലാം ചെറിയ ഷോക്കോട്ട് കയറി. പാല പോണ വഴിയാ. പാല കയറി. അതെന്തിനാ പാല കയറി എനിക്കറിയാൻ വയ്യ. ഇനി ഒരു 149 കിലോമീറ്റർ എന്താണെന്ന് എനിക്ക് ഒരു പിടിച്ചില്ല. ഈ ഹൈവേ കയറിയാൽ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ പറ്റൂ. ഇവിടെ ചായ കുടിച്ചാൽ ശരിയാവില്ല. ഏതൊക്കെ റോഡാണെന്തോ എനിക്കറിയാൻ വയ്യേ. എന്നാലും പരുവോ. ഓക്കെ, ഇന്നലെ ഇന്നലെ രാത്രി ഇതണക്കായിരുന്നു. നമ്മൾ സാധാ റോഡ് പിടിച്ചതാ, ഹൈവേ റോഡ് പിടിച്ചതാ. എല്ലാം ഷോർട്ട് കട്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടും റോഡുണ്ടോ? ഏത് റോഡാണ് ഇത്? രണ്ട് കിലോമീറ്റർ എനിക്കറിയാൻ വയ്യേ. എന്നെ കൊല്ലിക്കാൻ കൊണ്ടുപോണേ. വേറെ കുഴിയിലൊന്നും ചാടുന്നുണ്ടോ? അണ്ടൂര് പാല റോഡാണ്. അതും കഴിക്കുന്നു. നോക്കൂ, ചവിട്ടാൻ പറ്റും. അതില്ല കാര്യം. വളവാണ്. ഫ്രണ്ട് കുടിച്ച മൂടുമ്പത്തിൽ അടങ്ങും. ചാടല്ലേ കൊച്ചേരി പിക്കോപ്പ്. അങ്ങനെ ഹൈവേ കേട്ടിട്ടുണ്ട്. എന്തോ വഴിയാണ്.
70 കിലോമീറ്റർ അങ്ങനെ ആ കൊച്ചു റോഡുകൾ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ മാപ്പിൽ ഇടുമ്പം മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. ഇന്നലെ ഈ സെയിം അവസ്ഥയായിരുന്നു എനിക്ക്. എല്ലാം ഊടുവഴികളാണ്, ഫുള്ള് മറ്റേ ഗ്രാമ ഏരിയകളാണ്, ഫുള്ള് ഗ്രാമ ഏരിയകൾ. എത്ര ടെൻഷന് ചവിട്ടിയാണ് പോയെന്നറിയാമോ? എനിക്കറിയാൻ വയ്യ. ഇത് ഫുള്ള് ഇതിൻ്റെ ഹൈവേ എന്നാണ് പറഞ്ഞേക്കണം, അറിയാൻ വയ്യ. പിന്നെ ഇനി അവിടെ ചെന്ന് ചാടുമെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഇനി എന്തെങ്കിലും ഇനി ഏത് കൂടുതൽ ചെന്ന് ചാടുമെന്ന് മണിമംഗലം, പുനലൂര്, പത്തനംതിട്ട, എരുമല്, ചങ്ങനാശ്ശേരി നേരെ ഇങ്ങനെ പറഞ്ഞ ചങ്ങനാശ്ശേരിയാ. ഇനി ഓട്ടോ തെറ്റിക്കുമെന്ന് അറിയാൻ വയ്യ. ഇനി ഹൈവേ ആണെന്ന് തോന്നും, അറിയാം. കടലിന് 30 കിലോമീറ്റർ. അത് ഭംഗിയുണ്ടല്ലോ ആണ്, പച്ചപ്പായിട്ടെടുക്കും. ഓക്കെ, പിന്നെയുള്ള വിശേഷത്തിൽ ഓരോന്നായിട്ട് കാണിക്കാം. അടൂരെത്തിയപ്പോൾ അതാ ഒടുക്കത്തെ മഴ, ഒരു രക്ഷയില്ല. ഇനി 49 കിലോമീറ്റർ ഉണ്ട് ഇനിയും പോവാം. ഒടുക്കത്തെ മഴ.